ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച കാണാനാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് കണ്ടില്ലേ, ഇതെൻ്റെ വീടിൻ്റെ പിറകു വശമാണ്. അപ്പോൾ ഈ മാവ് ഇതെല്ലാം നിങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പിറകു വശത്ത് കുറച്ച് മണ്ണ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇറക്കി ആളെയും തേടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ആളെ പിടികിട്ടുന്നേ ഇല്ല. അപ്പോൾ ഇതിനു മുമ്പേ ഇതുപോലത്തെ കുറേ ആളെ ഞാൻ പിടിച്ചിരുന്നു. അപ്പം വീണ്ടും ഇതുപോലെ മണ്ണിറക്കി കൂട്ടിയിട്ടാണില്ലേ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരെയും തേടിയിട്ടാണ് 2-3 ദിവസമായി ഞാനിതിൻ്റെ പിറകെ നടക്കുന്നത്. പക്ഷെ എനിക്ക് പിടി കിട്ടുന്നേ ഇല്ല. അപ്പം അതുമാത്രമല്ല കേട്ടോ, വീട്ടിൻ്റെ തറക്ക് തൊട്ടുണ്ട് കുറച്ച് ഇറക്കി വെച്ചിട്ട് വലിയൊരു മാളാക്കിയിട്ട് ഇടിയുണ്ട്. അപ്പം വീടിന് തന്നെ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഇവരെ അങ്ങനെ വിട്ടുകൂടാന്ന് മനസ്സിലായി. അപ്പോൾ വീട്ടാൽ ഈനാക്കാണെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ തോന്നിയെടുത്തു രാത്രി ഒരു കഷ്ണം ദോശ അതിൽ മീൻകറി മുക്കിയിട്ട് വലിയൊരു കൂടുണ്ടായിരുന്നു. ഇത് കണ്ടില്ല, തറക്ക് തൊട്ടാണെന്നുള്ളത്. വീട് തന്നെ അപകടത്തിലാണെന്ന് കണ്ടാലറിയാം. അപ്പം അങ്ങനെ ദോശയിൽ കറി മുക്കിയിട്ട് ഞാൻ വെച്ചതാണ്. രാത്രി വെച്ച് കൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മളെ തക്കുടിൻ്റെ ഒച്ച കേട്ടിട്ട് എണീറ്റ്. അപ്പം അതാ കാണുന്നത്, കണ്ടില്ലേ, വലിയ ആളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുരളുന്നുണ്ട്. കൂടടക്കം നിരങ്ങി പോകുന്നുണ്ട്. അത്രയും ശക്തനാണ്. തക്കുടി ഇരിക്കുന്നുണ്ട. ഓളാ കാഴ്ച കണ്ടിട്ട്, ഓൻ്റെ ആ കളിയെല്ലാം കണ്ടിട്ട് ഓൾ ഇരിക്കുകയാണ്. പിടിക്കണോ വേണ്ടേയും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര സ്റ്റണ്ടാണ്. എങ്ങനെയും അതിനുള്ളിൽ നിന്ന് പുറത്ത് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ കൂടൊരു ഭാഗം പൊട്ടാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കൂട് തുറന്നാൽ എന്തായാലും ഇത് ഓടും. അപ്പോൾ ഞാനിതിനെ മുമ്പേ ഞാൻ 3-4 എണ്ണത്തിന് ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പോൾ ഞാനൊരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മുക്കി വെക്കലാണ് പതിവ്. അപ്പോൾ 1-2 മിനിറ്റ് കൊണ്ട് വെള്ളത്തിൽ ശ്വാസം മുട്ടിയിട്ട് ചാവും. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തിന്. അപ്പോൾ തക്കുടും അടുത്ത് തന്നെ ഉണ്ട്. ഓളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരെയും. ഒരു വിധത്തിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ശബ്ദം കേട്ടില്ലേ, ഭയങ്കര ശബ്ദമാണ്. കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്, അത്രയും മുരൾച്ച. അപ്പം നിങ്ങളെ വീട്ടുവളപ്പിലെല്ലാം ഉണ്ടോ ഇങ്ങനെ? ഉണ്ടെങ്കിൽ എല്ലാവരും പറയണേ, എങ്ങനെയാണ് നിങ്ങളെ കൊല്ലല്? വിഷം വെക്കാൻ എനിക്ക് പേടിയാണ്. കാരണം വിഷം വെച്ചാൽ എന്തായാലും അത് പൂച്ചയോ മറ്റോ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂച്ചകളെല്ലാം വരുന്ന സ്ഥലമാണ്. പൂച്ചയോ നായിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് വിഷം വെക്കാത്തത്. അപ്പോൾ ഞാനിതിനൊന്ന് ശരിയാക്കുന്ന കാണിക്കേ. ഓളങ്ങനെ നോക്കിയേ, എന്താ വേണ്ടത്, പിടിക്കണോ അല്ല ഇതാരാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ചപ്പാടാക്കുന്നത്, ആ ഒരു ടെൻഷനിലാണ് അവളിരിക്കുന്നത്. ഇല്ല, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇപ്പം പൊട്ടും, ഇത് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. എന്നാൽ എത്ര പെട്ടെന്ന് വെള്ളത്തിൽ മുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വലിയ ബക്കറ്റ് എടുത്തതാണ്. ഇതാണ് വലിയ ബക്കറ്റാണ്, 20 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. അതിലാണ് മുക്കി വെക്കുന്നത്. അത്രയും വലിയ കൂടാണ്. ശരിക്കും മുങ്ങൂല, എന്നാലും അത് കുത്തിപ്പിടിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറയിലൊന്നും കുത്തിപ്പിടിക്കണം കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ നഷ്ടവും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ആരും ഒന്നും പറയരുത്. എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്നെ ചീത്ത പറഞ്ഞാലും വേണ്ടിയില്ല, ഞാൻ സഹിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഞാൻ അതിലേക്ക് താത്ത് വെച്ച് വെള്ളമടിച്ച്. ഇനിയാണ് മോളെ ഇതിൻ്റെ സീൻ കാണാൻ പോകുന്നതേ ഉള്ളൂ. ക്ലൈമാക്സ് നിങ്ങൾ കണ്ടോ? ഞാനൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ബാക്കി തന്നെ ക്ലൈമാക്സ് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങളെന്നെ ചീത്ത നോക്കുമോ, എന്ത് വേണമെങ്കിലും ചെയ്തോ. അത്രയും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പോകുന്നു. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമാണ്.